കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച നടപടിയെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ കേരളത്തിനായിട്ടുള്ളൂ. പക്ഷേ അതിനിടയിൽ ഒരു സർപ്രൈസായി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു ആശ്വാസം തന്നെയാണ് ഇപ്പോൾ കേരളത്തിനുണ്ടായിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം നട്ടം തിരിയുന്ന നമ്മുടെ സംസ്ഥാനത്തിന് ഒരു താൽക്കാലിക ആശ്വാസമാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. കടമെടുപ്പ് പരിധി കുറച്ച നടപടി താൽക്കാലികമായി കേന്ദ്രം തന്നെ മരവിപ്പിച്ചിരിക്കുകയാണ്. അതോടുകൂടി 2000 കോടി രൂപ അടിയന്തരമായി എടുക്കാനുള്ളൊരു നീക്കത്തിലേക്ക് ധനവകുപ്പും കടന്നിരിക്കുന്നു. കടമെടുപ്പ് പരിധിയിൽ 3240 കോടി രൂപ കുറച്ച നടപടി കേന്ദ്രം മരവിപ്പിച്ചിരിക്കുകയാണ്. ഈ പണം കൊണ്ട് 2 മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാനുള്ള തിരക്കിട്ട നീക്കത്തിലേക്കാണ് സർക്കാർ. 1 വർഷത്തേക്കാണ് ഈ നടപടി കേന്ദ്രം മരവിപ്പിച്ചിരിക്കുന്നത്. ഈ 1 വർഷ കാലയളവിനുള്ളിൽ സർക്കാരിന് ഇത്രയും തുക കൂടി കടമെടുക്കാവുന്നതാണ്. അപ്പോൾ പരമാവധി തുകയിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ സർക്കാർ വീണ്ടും വലിയൊരു നിലയില്ലാ കയത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. കൃത്യമായ ധനവിനിയോഗവും അതുപോലെ നികുതി പിരിച്ചെടുക്കുന്നതിൽ കാര്യക്ഷമമായ ഒരു നീക്കവും സർക്കാർ നടത്തിയില്ല എങ്കിൽ, വരുമാനത്തിന് ഇനി മറ്റ് സ്രോതസ്സുകൾ കണ്ടെത്തിയില്ല എങ്കിൽ വലിയ പ്രതിസന്ധി ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടി വരും. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കേന്ദ്ര സർക്കാരുമായി നിരന്തരം കത്തിടപാടുകൾ നടത്തിയിരുന്നു, പലതരത്തിലുള്ള സംവാദം നടത്തിയിരുന്നു, ഏറ്റുമുട്ടൽ പോലും ഇടക്കാലത്തുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് കേന്ദ്രം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതും കുറച്ചൊക്കെ ഒന്ന് മയപ്പെടാൻ തീരുമാനിച്ചതും. 1 വർഷത്തേക്ക് അങ്ങനെ നീട്ടി നൽകിയിരിക്കുകയാണ്. ഡിസംബർ 19-ന് 2000 കോടി രൂപ കൂടി കടമെടുത്ത് ക്രിസ്മസ് പ്രമാണിച്ചുള്ള 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനുള്ള തിരക്കിട്ട നീക്കത്തിലേക്കാണ് കടക്കുന്നത്. അങ്ങനെ ജനങ്ങളെ സന്തോഷിപ്പിക്കാം, സാധാരണക്കാർക്ക് ഒരു ആശ്വാസമാകുമെന്ന ഒരു പ്രതീക്ഷയും ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷം 3800 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുവാദം നൽകിയിരുന്നു. അതിൽ 2000 കോടി രൂപ സംസ്ഥാനം കഴിഞ്ഞ ആഴ്ച തന്നെ കടമെടുക്കുകയും ചെയ്തിരുന്നു. 3140 കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിച്ചതോടെ ഈ സാമ്പത്തിക വർഷം 5000 കോടി രൂപയോളമാണ് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും കടമെടുത്ത് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന ഒരു തുകയെന്ന് പറയുന്നത്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും ഒക്കെ തന്നെ എടുത്ത വായ്പകളുടെ പേരിലാണ് സാധാരണഗതിയിൽ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ വലിയൊരു ഏറ്റക്കുറച്ചിലുണ്ടായത്, അല്ലെങ്കിൽ അത് വെട്ടി വളരെ കുറഞ്ഞ രീതിയിലേക്ക് എത്തിച്ചേർന്നത്. സാധാരണ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഏകദേശം 3140 കോടി രൂപ വെട്ടിക്കുറയ്ക്കാനായി കേന്ദ്രം അടിയന്തരമായി തീരുമാനിച്ചു. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥ താളം തെറ്റുമെന്ന് മനസ്സിലാക്കി ഈ കപ്പൽ ഉടനടി തന്നെ മുങ്ങുമെന്ന ഒരു തിരിച്ചറിവ് സർക്കാരിനുണ്ടായി, കേന്ദ്രത്തിനുണ്ടായി. അതിൻ്റെ ഭാഗമായി പെൻഷൻ കമ്പനിയും കിഫ്ബിയും 2021-22 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 9422 കോടി രൂപയോളമാണ് കടമെടുത്തത്. CAG-യുടെ കണക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയത്. ഇത്രയധികം കടം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതുകൂടാതെ സാധാരണഗതിയിൽ കൂടി ഇനിയും കൂടുതൽ കടത്തിലേക്ക് കടന്നാൽ ഒരു ചെറിയ സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്താകുമെന്നുള്ള ആശങ്കയാണ് കേന്ദ്രം പങ്കുവച്ചത്. ധനമന്ത്രാലയം ഇക്കാര്യം വ്യക്തമായി ആരാഞ്ഞതായിരുന്നു. എന്നാൽ കഴിഞ്ഞ 7 വർഷക്കാലത്തെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ കേന്ദ്രത്തിൽ നിന്നും വലിയ തോതിലുള്ള കണക്ക് കുറഞ്ഞിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നത്.